ഹലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിലെ വീട്ടിലുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. വയലിൽ നെല്ല് കൊയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇത് ഞങ്ങൾ ചിക്കുവാണ്. ഞങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവനും വയലിലോട്ട് വരണം എന്നൊക്കെ പറയാൻ തോന്നുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വയലിലോട്ട് പോവുകയാണ്. ഇത് വയലിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ പശുവിൻ്റെ തൊഴുത്തുള്ളത്. അപ്പോൾ അവിടെയും 2 അതിഥികളുണ്ട് പുതിയതായിട്ട് ഞങ്ങൾ കാണാത്ത. അവർ ഓരോ മാസത്തിൻ്റെ വ്യത്യാസത്തിൽ 2 പശു പ്രസവിച്ചതാണ്. 2 പശുക്കുട്ടികളുമാണ്. അപ്പോൾ അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ പശു ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ആദ്യം വാങ്ങിയ മാളു എന്ന് പറഞ്ഞിട്ടൊരു പശുവാണ്. അത് പ്രസവിച്ചു. അങ്ങനെ ഓരോ കുട്ടികളുണ്ടായി അതിൻ്റെ കുട്ടികളായിട്ട് അങ്ങനെ കുറേ പശുക്കളുണ്ടായി. എല്ലാവരും കൊടുത്തു. ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. ഇവരെ മുത്തശ്ശിയോട്ട് ഇവിടെ ഉള്ളതാണ്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഏകദേശം എല്ലാ പശുക്കൾക്കും ഈ ഒരു കളറായിരിക്കും. ഇപ്പോൾ ഉണ്ടായ 2 കുട്ടികളും അതേ കളർ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് തൊഴുത്തിലോട്ട് ഇറങ്ങി വരാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് തൊഴുത്തൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പശുക്കളെല്ലാം കുളിപ്പിക്കാൻ ഇപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വേണം വരാൻ. ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് പോവും. അപ്പോഴത്തേനും വയലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അത് ലാസ്റ്റ് 2 കുട്ടികളാണ് ഇപ്പം ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വയലിലേക്ക് കിടക്കുകയാണ്. ഇത് ഞങ്ങളെ പറമ്പാണ്. ഇവിടെ ഇപ്പോൾ ആനയെല്ലാം വരുന്നതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അച്ഛനെല്ലാം കൃഷിയെല്ലാം ഇപ്പം നിർത്തി വെച്ചിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ പറമ്പ് കാലിയായി കിടക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇത്രയും പറമ്പുണ്ടായിട്ടൊന്നും ചെയ്യാത്തതെന്ന്. ഇവിടെ ചെയ്താൽ നമുക്കൊന്നും കിട്ടൂല കേട്ടോ. ആന വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളയും. ആദ്യം പയറും മറ്റേ കപ്പയും എല്ലാം ഉണ്ടായിരുന്നു. കപ്പയൊക്കെ വെറുതെ ഒരു കിഴങ്ങ് പോലും നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടില്ല. എല്ലാം ആന വന്ന് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാം ഉപേക്ഷിച്ചതാണ്. വെറുതെ പണിയെടുക്കുന്ന മാത്രം ബാക്കിയാവും, നമുക്കൊന്നും ഉപകാരം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം നിർത്തിയതാണ് കേട്ടോ. ഇപ്പം നെൽകൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. വയലിലാണെങ്കിൽ ആദ്യമൊക്കെ വാഴയും പയറും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് നെല്ല് മാത്രമേ ചെയ്യുന്നുള്ളൂ. നെല്ലാണെങ്കിലും കാവൽ കിടന്നിട്ടാണ്, ആനേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കാവൽ കിടന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സൺഡേ അതായത് ഇന്നലെ കൊയ്ത്ത് കഴിഞ്ഞു. ഞങ്ങളിത് വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ളതാണ് നമ്മളെ നെല്ല്. എല്ലാം ഇപ്പം കൊയ്യാനായിട്ടുണ്ട്. വണ്ടി വന്നിട്ടാണ് ഇപ്പോൾ കൊയ്യുന്നത് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കൈക്കൊയ്ത്തായിരുന്നു കൊയ്യുക. അപ്പം കൊയ്തിട്ട് പിന്നെ അത് ഏറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കൽ മിഷൻ വന്ന് ഒക്കണം. അങ്ങനെ പിന്നെ അത് പാറ്റണം, കാറ്റത്ത് പിടിക്കാനൊക്കെ പണിയായിരുന്നു. ഇപ്പം നമുക്ക് നെല്ല് കൊയ്ത് നെല്ലും പുല്ലും വേറെയായി കിട്ടും. പിന്നെ അത് ഏറ്റിക്കൊണ്ടുപോയാൽ വേറെ പുഴുങ്ങി ഉണക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം കുറച്ച് പണിയൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ബുദ്ധിമുട്ട് തന്നെ. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തിന്നുന്ന ചോറ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോറൊന്നും ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മളെ മുന്നിലിരിക്കുന്ന ചോറ്. അത് നമുക്ക് ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല. അത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അതിനു വേണ്ടി ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ വരുന്നത് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. തലയിൽ ഞാൻ ഷാൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്രയും വെയിലുണ്ട്. ഈ വെയിലെല്ലാം കൊണ്ടിട്ടാണ് ഇവരിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അതും പോരാണ്ട് ഇപ്പോൾ ആന വരുന്നതുകൊണ്ട് ആനയ്ക്ക് കാവലും കിടക്കണം. രാത്രി ഇവിടെ ഒന്നാമത് നമ്മുടെ വയലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കുമല്ലോ. ആ തണുപ്പത്ത് കാറ്റും കൂടി ആകുമ്പോൾ ഇപ്പോഴത്തെ ഈ വെയിലിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട്. പക്ഷേ രാത്രിയും കൂടി ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ വയനാട്ടിലെ തണുപ്പ് പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. വയലിലാകുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് അച്ഛനൊരു പഴയ കിടക്ക കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഇവിടുത്തെ അടുത്തുള്ള വയലിലെ ആൾക്കാരും എല്ലാവരും കൂടിയാണ് കിടക്കുന്നത്. ഇത് ആനനെ വരുമ്പോൾ ഒച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും കൂടി രാത്രി ഇവിടെ വന്ന് കിടക്കും. ഇതാ തീ കായാനുള്ള ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അങ്ങോട്ട് കാടാണ്, ഫോറസ്റ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ആന വരുന്നത്. ഞാൻ ചെറുപ്പത്തിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ആന വന്നിട്ട് മാവിൻ്റെ പ്ലാവിൻ്റെ എല്ലാം മരം കുലുക്കിയിട്ട് നമ്മൾ പേടിച്ചിട്ടിരിക്കുന്നതൊക്കെ. ഇത് ഇവിടുത്തെ ഒരു തോടാണ്. തോട്ടിൽ ചെറിയ മീനുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമ്മാ വീഡിയോ എടുത്താണ്. ഇതിൻ്റെ ഉള്ളിലൊരു കുളവുണ്ട്. അതെല്ലാം കാട് പിടിച്ചിട്ട് ഒന്നും കാണുന്നില്ല. ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ആന മാത്രമല്ല കേട്ടോ, പന്നിയും കുരങ്ങും അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ വരും കേട്ടോ. കാട് ഇവിടെ അടുത്തായതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഏട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണം വരാൻ. മഴയിലായാലും ഫുള്ള് വഴുതലായിരിക്കും. അതിൽ കൂടെയാണ് അച്ഛനും അമ്മയും പുല്ലെല്ലാം മുറിച്ച് ഇങ്ങനെ കയറി വരിക കേട്ടോ.
അപ്പോൾ ഞങ്ങൾ വീട് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നോക്കി നിന്ന പോലെ തന്നെ തിരിച്ച് ഞങ്ങൾ വരുന്നവരെ കാത്തിരിക്കുകയാണ് ഇവിടെ ആൾ വാല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഞാനിപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇത് ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ ചാമ്പങ്ങ പറിക്കാൻ പോയതായിരുന്നു. അവിടെ ചാമ്പങ്ങ ഉണ്ടെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷേ ഒന്നും കിട്ടിയില്ല. 3 ഉണ്ടായിരുന്നുള്ളൂ. അതും പറിച്ചിട്ട് ഇങ്ങ് വന്നിട്ട് ഏട്ടൻ കാണിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാപ്പിക്കുരു ഉണ്ട്. കാപ്പിക്കുരും പഴുത്തു, പക്ഷേ പറിച്ചിട്ടില്ല. അച്ഛനിപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് പറിച്ചത്. അച്ഛന് സമയമില്ലാത്തതുകൊണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പറിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്